ഹായ് ഫ്രണ്ട്സ്, ഷൈനിക് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത്, നിങ്ങളൊരു വ്യക്തിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ചില അസ്വാരസ്യങ്ങളോ വാക്ക് തർക്കങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വന്ന് നിങ്ങൾക്കിടയിലൊരു അകൽച്ചയോ ബ്രേക്കപ്പോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടാവാം മേ ബി. ബട്ട് നിങ്ങൾക്ക് അവരെ മറക്കാനോ അവരെ വിട്ടു പോകാനോ കഴിയുന്നില്ല. സോ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് എന്താണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ്, അവരുടെ കറണ്ട് ഫീലിങ്സ് എന്താണ്, ഇതെല്ലാം മിക്സ്ഡായി നമുക്ക് നോക്കാം. ഫസ്റ്റ് അവരുടെ കറണ്ട് ഫീലിങ്സ് നോക്കാം. ജഡ്ജ്മെൻറ്റ്, 2 കാർഡ് വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് കപ്സും ദ എംപററും വന്നിട്ടുണ്ട്. 4 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. ഓക്കെ, 7 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. ഇനി ഇതിന് യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് നൽകുന്നതെന്ന് നോക്കാം. 8 ഓഫ് വാണ്ട്സ് റിവേഴ്സ്, 8 ഓഫ് സോർഡ്സ്, ഓക്കെ, ഹൈ പ്രിസ്റ്റസ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ഇനി നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം. 4 ഓഫ് സോർഡ്സ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ഒരു കാർഡ് കൂടെ എടുക്കാം. 9 ഓഫ് വാണ്ട്സ്, ഒരു കാർഡ് കൂടെ എടുക്കാം. 4 ഓഫ് പെൻറ്റക്കിൾസ്, ഓക്കെ. ബോട്ടം വന്നിരിക്കുന്നത് 5 ഓഫ് കപ്സ് ആണ്. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ജഡ്ജ്മെൻ്റ് ആണ്. നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ്, അവരെന്തൊക്കെയോ ജഡ്ജ്മെൻറ്റ് ഫേസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് എന്താണോ തന്ന് അവർ പോയത്, അവർക്കിപ്പോൾ അതവിടെ കിട്ടുന്നു എന്നാണ് കാണുന്നത്. അതായത് കർമ്മ ഫേസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ട് ഒരുപാട് സ്നേഹിച്ച് അവരോടൊപ്പം വളരെ അവർ തന്നെയാണ് ലൈഫെന്ന് നിന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അവർക്ക് അത്രയും ഒരു സ്നേഹവും കെയറും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ബട്ട് അവർ നിങ്ങൾക്കൊരു പ്രയോറിറ്റി തരാതെയോ അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാതെയോ പോയിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും ഇപ്പോൾ ഒട്ടും ഹാപ്പിയല്ല. അവരെന്തൊക്കെയോ കർമ്മ ഫേസ് ചെയ്യുന്നു, അതവർ മനസ്സിലാക്കുകയും ചെയ്യുന്നു. നിങ്ങളോട് ചെയ്തതിൻ്റെ കർമ്മയാണ് ഞാനിപ്പോൾ ഫേസ് ചെയ്യുന്നത്, അതേ സിറ്റുവേഷൻസിലൂടെ ഞാൻ കടന്നു പോകുന്നു എന്നാണ് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച്. മേ ബി അവരുടെ ലൈഫിൽ വേറെ ആർക്കെങ്കിലും പ്രയോറിറ്റി കൊടുത്ത് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആർക്കാണോ പ്രയോറിറ്റി കൊടുത്തത് അവിടെ അവർ ഒന്നും അല്ലാതാകുന്നു എന്നാണ് കാണുന്നത്. ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ദുഃഖം തന്നു പോയത് അത് അവരവിടെ ഫേസ് ചെയ്യുന്നു എന്നാണ്. അത് അവർ ഇപ്പം റിയലൈസിങ് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്താണോ തന്നത് അത് ഞാൻ ഫേസ് ചെയ്യുന്നു എന്ന ഒരു കാര്യം അവർ മനസ്സിലാക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ വളരെ ഒരു ഗീവിങ് നേച്ചറായിരുന്നു. നിങ്ങളോടൊപ്പം ഇരുന്നപ്പോൾ അവർ അത്രയും സ്നേഹവും ഹീലിങ്ങും, ഒരുപാട് ഹീലിംഗ് അവർക്ക് കിട്ടിയിരുന്നു. കാരണം അവരുടെ ലൈഫിൽ ചിലപ്പോൾ കുറേ സങ്കടങ്ങളിലൂടെയൊക്കെ അവർ കടന്നു പോയിട്ടുണ്ടാവും. ആരിൽ നിന്നും ഇത്രയും ഒരു സ്നേഹമോ ഒരു കെയറിങ്ങോ ഒക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ബട്ട് നിങ്ങളോട് ഇപ്പം ഇരുന്നപ്പോൾ അവരത്രയും ഒരു ഹീലിംഗ് അനുഭവിച്ചിരുന്നു. പക്ഷേ അവർക്കിപ്പോൾ ആ ഹീലിംഗ് എല്ലാം നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ അവർക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും നിങ്ങളോടൊന്ന് സംസാരിക്കുകയും നിങ്ങളോടൊപ്പം ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരത്രയും സന്തോഷവും സമാധാനവും ഒരു പോസിറ്റിവിറ്റിയൊക്കെ അവർക്ക് കിട്ടിയിരുന്നു. ബട്ട് ഇപ്പോഴത് അവർ മിസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ദ എംപറർ വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർക്ക് എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളോട് ഒരുപാട് അവർ സ്നേഹവും ഇഷ്ടമൊക്കെ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. ബട്ട് ഇങ്ങനെയൊക്കെ ജഡ്ജ്മെൻറ്റും ഇതെല്ലാം ഫേസ് ചെയ്യുന്നു. നിങ്ങളോടൊപ്പം ഇരിക്കുമ്പോഴാണ് ഹാപ്പിനെസ് എന്ന് അവർക്ക് അറിയാമെങ്കിലും അതൊന്നും അവർ എക്സ്പ്രസ് ചെയ്യില്ല. എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് കഴിയില്ല എന്നാണ് കാണുന്നത്. കാരണം അവർ കുറച്ച് ഈഗോ ഉള്ള, കുറച്ച് കൺട്രോളിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അവർക്ക് അതൊന്നും പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല എന്നും അവർക്കറിയാം. പിന്നെ ഇവിടെ 4 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു, നിങ്ങളോടൊപ്പമുള്ള ഒരു ലൈഫ് ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് ഇപ്പോൾ. കാരണം അവർക്ക് തന്നെ അറിയാം എത്രയൊക്കെ പ്രശ്നമുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അത്രയും ഒരു ഹാപ്പിനെസ് കിട്ടുന്നു. അതിൻ്റെ ജഡ്ജ്മെൻറ്റും അവരിപ്പോൾ ചെയ്തത് തെറ്റാണെന്നുള്ള ഒരു കാര്യവും പ്രപഞ്ചവും അവർക്ക് ഉണർത്തുന്നുണ്ട്. അവരുടെ ഇതുവരെയുള്ള എല്ലാ നിഗമനങ്ങളും തെറ്റായിരുന്നു എന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്നു. നിങ്ങളോടൊപ്പം ഉള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്നു. പിന്നെ ഇവിടെ 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ബട്ട് അവർക്കിപ്പോൾ കൺഫ്യൂസ്ഡ് ആണ്. അവർ നിങ്ങളടുത്ത് വന്ന് ഇതെങ്ങനെയാണ് പറയുക, എങ്ങനെയാണ് ഇനി ഒരു റീയൂണിയൻ ഉണ്ടാവുക, അതുമല്ലെങ്കിൽ ആൾറെഡി നിങ്ങളിപ്പോൾ വിട്ട് മൊത്തത്തിൽ പിരിഞ്ഞില്ലെങ്കിലും ഒരു ബോണ്ടിങ്ങൊക്കെ നഷ്ടപ്പെട്ടുവെങ്കിലും ആ ഒരു ബോണ്ടിങ് എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരിക, അങ്ങനെയൊക്കെ
അവരെ ആലോചിച്ച് ഒരുപാട് സ്ട്രെസ്സാണ്. അവർക്കൊരു തീരുമാനമെടുക്കാനോ എന്താണ് വേണ്ടതെന്നോ കഴിയുന്നില്ല, അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവർക്ക് ആകെ കൺഫ്യൂസ്ഡ് ആണെന്നാണ് കാണുന്നത്. ഇതാണ് അവരുടെ കറണ്ട് ഫീലിങ്സ്. ഇനി യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ 8 ഓഫ് വാണ്ട്സ് റിവേഴ്സ് ആണ്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ അവരെ തന്നെ ഇങ്ങനെ ചേസ് ചെയ്തിരിക്കുകയാണ്. എനിക്കിപ്പോൾ ഒരു മെസ്സേജ് വരൂ, എനിക്ക് മെസ്സേജ് എന്താ വരാത്തത്, അല്ലെങ്കിൽ ആ വ്യക്തി എന്താ വരാത്തത്, ആ വ്യക്തി എന്നോട് എന്താ സംസാരിക്കാത്തത്, ഇങ്ങനെയൊക്കെ നിങ്ങളിങ്ങനെ അതിൽ തന്നെ നോക്കി 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 ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രപഞ്ചം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ അഡിക്ഷൻസിൽ നിന്ന് പുറത്തു വരൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ അഡിക്റ്റഡാണ്. നിങ്ങൾക്കൊന്നും നിങ്ങളുടെ ഫ്യൂച്ചറിനോ നിങ്ങളുടെ കരിയറിലൊക്കെ ശ്രദ്ധിക്കാനോ നോക്കാനോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് നിങ്ങൾ കേൾക്കാനോ കഴിയാതെ നിങ്ങൾ തന്നെ ഒരു ബന്ധനത്തിൽ പെട്ടിങ്ങനെ നിൽക്കുകയാണ്, അവരെന്ന ഒരു ബന്ധനം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യാനോ നിങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്യാനോ നിങ്ങളുടെ സന്തോഷം കണ്ടെത്താനോ നിങ്ങൾക്ക് സന്തോഷിക്കാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് പ്രപഞ്ചം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബന്ധനത്തിൽ നിന്ന്, നിങ്ങൾ തന്നെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ഈ അഡിഷനിൽ നിന്ന് അവരെ തന്നെ ചേസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാതെ നിങ്ങളോട് പുറത്തു വരൂ. കുറച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു മെഡിറ്റേഷനോ കുറച്ച് സ്പിരിച്വലിയൊക്കെ അമ്പലത്തിൽ പോവുകയോ അല്ലെങ്കിൽ കുറച്ച് നേരം മൈൻഡിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പുറത്തു പോവുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കിതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ന്യൂ ബിഗിനിങ്സ് വരികയും ചെയ്യും എന്നാണ് കാണുന്നത്. പേജ് ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. നിങ്ങളോട് നിങ്ങളുടെ കരിയറോ നിങ്ങളുടെ ജോബോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യും, നിങ്ങളുടെ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ന്യൂ ബിഗിനിങ്സ് വരും എന്നാണ് കാണുന്നത്. അപ്പോൾ ആ വ്യക്തി തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരും. നിങ്ങളിങ്ങനെ ചേസ് ചെയ്തിരിക്കുമ്പോൾ എന്തായാലും ആ വ്യക്തി നിങ്ങളെ മെസ്സേജ് ഇടില്ല. ആ ഒരു എനർജി അവരിലേക്ക് പാസ്സാകുമ്പോൾ മെസ്സേജ് വരാൻ ഒരുപാട് വൈകും. സോ നിങ്ങൾക്ക് ആ വ്യക്തി നിങ്ങളിലേക്ക് ഫാസ്റ്റായിട്ട് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചേസ് ചെയ്യുന്ന നിർത്തി ഇതിൽ നിന്ന് പുറത്ത് വന്ന് നിങ്ങളുടെ ഇപ്പോഴുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാനും അതും മുഖേന നിങ്ങൾക്ക് ഒരുപാട് സക്സസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്നാണ് കാണുന്നത്. ഇവിടെ മണി, പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ മണി, നിങ്ങൾക്ക് നിങ്ങളുടെ ആ കരിയറിൽ ഫോക്കസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാനും നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാനും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് വരും എന്നാണ് കാണുന്നത്. ഇനി ടോട്ടലി നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആ വ്യക്തി ബ്രേക്കപ്പായി പോയി നിങ്ങൾ അതിൽ തന്നെ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയൊരു വ്യക്തി, നിങ്ങൾക്ക് ആപ്റ്റായ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാണ് പ്രപഞ്ചം പറയുന്നത്. ഇതാണ് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ്. ഇനി ഈ ബന്ധത്തിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഇവിടെ 4 ഓഫ് സോർഡ്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഹാർട്ട് ബ്രേക്കിംഗ് വന്നിട്ടുണ്ട്. ഒരുപാട് നിങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ പലതും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. മേ ബി കുറച്ച് പേർക്കൊക്കെ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടായത്. കാരണം ഇവിടെ ജഡ്ജ്മെൻറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രയോറിറ്റി തരാതെ വേറെ ആരെങ്കിലും പ്രയോറിറ്റീസ് കൊടുത്ത്, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ആരോ ആവാട്ടോ, പാരൻസോ ഫ്രണ്ട്സോ ആരോ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ആരാണോ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു പോയത് അവിടെ ഇവർക്കിപ്പോൾ ഒരു പ്രാധാന്യം കിട്ടാതെ നിൽക്കുന്നു എന്നാണ് കാണുന്നത്. സോ ആരെന്താണോ കൊടുക്കുന്നത് ആ കർമ്മ അവർക്കുള്ളതാണ്. പിന്നെ നിങ്ങളോട് സ്പിരിച്വലി കുറച്ച് പ്രാർത്ഥിക്കാനും കുറച്ച് മെഡിറ്റേഷൻ, കുറച്ച് പോസ് എടുത്ത് റെസ്റ്റ് എടുത്ത് നിങ്ങൾക്കെന്ന് പറഞ്ഞ് കുറച്ച് ടൈം എടുത്ത് നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് വരാനാണ് പറയുന്നത്. നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ കാണുന്നത് ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നൊരു കമ്മിറ്റ്മെൻറ്റ് കിട്ടും എന്ന് തന്നെയാണ് കാണുന്നത്. ബട്ട് ഇപ്പോൾ അല്ല, ജസ്റ്റ് ഇപ്പോൾ ഉടനെ ഇന്ന് പോയി നാളെ കിട്ടുമെന്നല്ല. ബട്ട് നിങ്ങൾ നിങ്ങളുടെ ആ ചേസിങ് നിർത്തി നിങ്ങളുടെ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു കമ്മിറ്റ്മെൻറ്റ് ആ വ്യക്തി തരും. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ കാർഡ് തന്നെയാണ്. പിന്നെ ഞാൻ ആൾറെഡി പറഞ്ഞു, മൊത്തത്തിൽ ബ്രേക്കപ്പായി പോയവർക്ക് നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഒരു പുതിയ വ്യക്തിയായിരിക്കും കടന്നു വരുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് വാണ്ട്സും വന്നിട്ടുണ്ട്. നിങ്ങൾ കുറേ പ്രശ്നങ്ങളിലൂടെ നിങ്ങളിങ്ങനെ കടന്നു പോയി ഇപ്പം നിങ്ങൾക്ക് പേടിയാണ്. ഇനി ആ വ്യക്തി വന്നാൽ തന്നെ അത് വീണ്ടും പഴയ പോലെ ആകുമോ എന്നുള്ള പേടി. അതും അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയൊരു വ്യക്തിയിലേക്ക് പോയാലും ആ വ്യക്തി ഇങ്ങനെ ആകുമോ എന്നുള്ള പേടിയും നിങ്ങൾ പേടിക്കുന്നു എന്നാണ് കാണുന്നത്. ബട്ട് പ്രപഞ്ചം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാം ഓവർകം ചെയ്യാനുള്ള ശക്തി നിങ്ങളുടെ കൈകളിൽ തന്നെ ഉണ്ട് എന്നാണ്. എന്തായാലും എപ്പോഴായാലും നമുക്ക് സങ്കടം തരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്ന അളവിന് സങ്കടം മാത്രമേ തരൂ ഈ പ്രപഞ്ചം ആർക്കായാലും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ എല്ലാ വിഷമങ്ങളും ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വിഷമിക്കേണ്ട, അതിൽ നിന്ന് പുറത്ത് വരൂ. ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് കിട്ടും എന്ന് തന്നെയാണ് പ്രപഞ്ചം പറയുന്നത്. പിന്നെ ഇവിടെ ബോട്ടത്തിൽ 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്.
ആ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ചോദിച്ചപ്പോഴും ആ വ്യക്തിക്ക് ഇപ്പോൾ മുമ്പിൽ ഒരു പ്രതീക്ഷയില്ലെന്നാണ് കാണുന്നത്. കാരണം അവിടെ നിങ്ങൾക്ക് ഒരു വാല്യൂ തരാൻ വേറൊരു സിറ്റുവേഷൻസിലോ വേറൊരു കാര്യത്തിലോ ആ വ്യക്തി പോയിട്ടുണ്ടെങ്കിലും അവിടെ ആ വ്യക്തിക്ക് ഇപ്പോൾ മുമ്പിലൊരു കുഴി പോലെയാണ്. ആ വ്യക്തിക്ക് ഒന്നും പ്രതീക്ഷിക്കാൻ, എല്ലാം നഷ്ടപ്പെട്ടതുപോലെ ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റാതെ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന കാർഡാണ് വന്നിരിക്കുന്നത്. അത് ആ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് മാത്രമല്ല, നിങ്ങളും അങ്ങനെ തന്നെയാണ്. നിങ്ങളും ആ വ്യക്തിയില്ലാതെ എനിക്ക് സന്തോഷിക്കാൻ കഴിയില്ല, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, ഇതോടെ എല്ലാം അവസാനിച്ചു, അങ്ങനെയൊക്കെ ഒരു എനർജിയിലാണ് ഇരിക്കുന്നത്. സോ നിങ്ങളോട് പുറത്ത് വരാനാണ് പറയുന്നത്. ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, വിക്ടറി വന്നിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം ഒരു സക്സസും സന്തോഷവും വരും എന്ന് തന്നെയാണ് കാണുന്നത്. അല്പം സമയം എടുക്കും എന്നാണ് കാണുന്നത്. നിങ്ങളൊന്ന് പോസ് എടുത്ത് ഇതിൽ നിന്ന് പുറത്ത് വരൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാണ് കാണുന്നത്. കുറച്ച് പേർക്ക് ഒരു പുതിയ വ്യക്തി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിനുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.